ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിടം കൂടെ ഒരുമിച്ച് തകരുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല, കൂട്ടായി പോകുക. അത് വേണേൽ ഭൂകമ്പം വേണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സാധ്യമല്ല. ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്. ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുമുണ്ട്. ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകൾ, ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. അത് കടുത്തുരുത്തിയുണ്ട്. നമ്മളുടെ ശ്രീ മോൻസ് ജോസഫ് എത്തിച്ചേരും. ഞങ്ങൾക്കും അറിയണ്ടേ ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാനായിട്ട് നമുക്ക് കണ്ണടച്ചു കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ ഇത് നമ്മളുടെ ചില ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. പ്രവർത്തിക്കണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും. ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ട് UDFൻ്റെ കമ്മിറ്റി ഒരുമിച്ച് ഇവിടെ വരികയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷുണ്ട്. നമ്മളുടെ UDFൻ്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യൂസ് ഉണ്ട്. ബാക്കി UDFൻ്റെ നേതാക്കന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസിയുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അസീസുണ്ട്, ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് അറിയണം, ഇതെന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ എല്ലാവരുടെയും കണ്ണ് കെട്ടിവിട്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് എന്താ തടസ്സം? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? അത് വേണം. അതല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരാളിൻ്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിൻ്റെ സ്ഥിതിയും മോശമാണ്. ഇനിയും ഇതിനേക്കാൾ മോശമായ സ്ഥലം നമ്മളിവിടെ നിന്ന് കാണാനും പോവുകയാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകൂ. MP അതല്ലേ നമ്മൾ പറയുന്നത്. ഇതിനൊന്നും, ഈ കെട്ടിടത്തിനൊന്നും ഒരു ഫിറ്റ്നസ്സും ഇല്ല.